ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ഡാർക്ക് FFലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. വലിയതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ രസം. ഇന്ന് ജയ്ഡനില്ല, അതുകൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക് കേട്ടോ. ഓക്കെ, അപ്പം കുക്കിങ്ങിലേക്ക് പോകാം. ഇത്രയും സാധനങ്ങൾ: ചെറിയ ഉള്ളി, കുരുമുളക്, വറ്റൽമുളക്, ഇതെല്ലാം ചതച്ച് വെക്കണം. കൂടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഓരോ വറ്റൽമുളക് ചതച്ചതാണ്. ഇത് ഇത്രയും ചതച്ച് വെച്ചേക്കുവാണ് ഞാൻ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട്. ഇത് നമ്മുടെ വാളംപുള്ളി പിഴിഞ്ഞ വെള്ളമാണ്. ഒരു കപ്പ് ഒരു നെല്ലിക്കായുടെ വലിപ്പത്തിൽ വാളംപുള്ളി എടുത്തിട്ട് അതിനെ പിഴിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് കായപ്പൊടി. മസാലയിൽ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. എനിക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇച്ചിരി ജീരകവും ഇച്ചിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഞാനതിൽ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ ഞാൻ നോർമലി എൻ്റെ രസത്തിലിടാറുണ്ട്, അതുകൊണ്ട് ഞാനിടുന്നു. ഇച്ചിരി മല്ലിയിലയും കൂടെ വേണമായിരുന്നു, മല്ലിയില ഇല്ല, അതുകൊണ്ട് മല്ലിയില സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഓപ്ഷനിലല്ലത്, അത് നമ്മൾ അത് ചേർക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നല്ല ഇതാണ്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിക്കണം. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് സൗണ്ട് ഓഡിയബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല മഴയാണ്, അതിൻ്റെ കൂടെ ഇരപ്പലുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ വറ്റൽമുളക് ചതച്ച് വെച്ചാക്കുന്നതും, ഒരു 2 വലിയ വറ്റൽമുളക് അങ്ങനെ തന്നെ ഇടാം. അതും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആവുന്നവരെ മൂപ്പിക്കണം. നല്ലതായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചാക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ. എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല, ഞാനിവിടെ ജബൽപൂരിലാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാൻ ഒത്തിരി പാടാണ്. കഴിഞ്ഞ വർഷം പപ്പ ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇല്ല. നല്ല വിളവുണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിൽ ഇട്ടാക്കുന്ന ചെറിയ ഉള്ളിക്ക്. ഈ വർഷം ഇല്ല, അതുകൊണ്ട് ഇപ്പം മഴക്കാലമല്ലേ, അതുകൊണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതാണ് ഇട്ടാക്കുന്നത് ഞാൻ. ആ കൂടെ തന്നെ ഈ ചതച്ച് വെച്ചാക്കുന്ന നമ്മുടെ കുരുമുളക് പൊടി അതും കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിക്കുക. ഇത് എൻ്റെ സ്റ്റൈലാണ്. അത് എല്ലായിടത്തും രസം ഉണ്ടാക്കുന്ന വേറെ രീതിയിലായിരിക്കും. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന രസം ഇങ്ങനെയാണ്. ചിലപ്പോൾ 1-2 തവണ പിന്നെ ഞാനൊരു ചെറിയ പരിപ്പ്, നമ്മുടെ തുവരപ്പരിപ്പുണ്ട്, അതും കൂടെ ചേർത്തുണ്ടാക്കുന്നു. പരിപ്പ് ഇടുന്നില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള രസമാണ് ഉണ്ടാക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ മസാലകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകപ്പൊടി, അതെനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. ഉലുവാപ്പൊടി, ഇത് ഇത്രയും കൂട്ടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് നല്ല ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്കും, പെട്ടെന്ന് ഒത്തിരി അങ്ങ് മൂപ്പിക്കല്ല, അത് കരിഞ്ഞു പോകും. നമ്മുടെ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ കഷ്ണങ്ങൾ ഇടുക. ടൊമാറ്റോ കഷ്ണം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. അത് ടൊമാറ്റോ ഒരു ചെറിയത് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ അതിനെ ഒന്ന് വെച്ചേക്കാം. അതിലോട്ട് ഇച്ചിരി നേരം ഒന്നുകൂടി സോൾട്ട് ചെയ്യുന്ന മാതിരി വെച്ചിട്ട് ഇച്ചിരി കായപ്പൊടി,
കായപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മഴയത്ത് രസം കുടിക്കാൻ നല്ല ഇതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം കുടിക്കുന്നത്. നിങ്ങൾക്കോ? വളരെ നല്ല എരിവുള്ള രസവും ഭയങ്കരമായിട്ട് ഇതാവുന്നു. മൂക്കിലോട്ട് ഒഴിക്കുന്നത് ഞാൻ എക്സോസ്റ്റ് ഇട്ടിട്ട് വരാവേ. അപ്പോൾ തിരിച്ച് ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ പുളിവെള്ളം ചേർക്കേണ്ട സമയമായി. ഞാൻ പുളിവെള്ളം ചേർക്കുവാണേ. 1 കപ്പ് പുളിവെള്ളം പിഴിഞ്ഞതുണ്ടായിരുന്നു, പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് ഒരു 3 കപ്പ് 3-4 കപ്പ് എടുക്കുക. എൻ്റെ പുളി ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 3-4 കപ്പ് എടുക്കുവാണ്. ഈ പാത്രത്തിന് ഒരു 2 ഇതും കൂടെ എടുക്കുക. ഈ പാത്രത്തിന് 1 കപ്പ് ഉണ്ടായിരുന്നു എൻ്റെ പുളിവെള്ളം, അപ്പോൾ അതിന് 2 കപ്പ് പിന്നെ എടുത്തിട്ടുണ്ട്. നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള രസം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്കില്ലേ മല്ലിയില ഇടാനില്ല. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മല്ലിയില തീർന്നു. ഇനി ഭയങ്കര മഴയാണ്, പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പറമ്പിലുണ്ടായിരുന്നു മല്ലിയിലയും പുതിനയിലയൊക്കെ. മഴയായതിൻ്റെ പേരിൽ അതിനെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ രസം ഒന്ന് തിളയ്ക്കണം. നല്ലതായിട്ട് തിളച്ച് വന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പിടണം. ലാസ്റ്റാണ്, ഫിനിഷിങ് പോയിന്റിൽ ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1 സ്പൂൺ. അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പിടുക എന്നൊക്കെയല്ലേ പറയുന്നത്. അതിൻ്റെയൊക്കെ അളവ് മെഷർമെൻ്റ് ഒന്നും എന്നോട് ചോദിക്കില്ല. എനിക്കല്ല, എൻ്റെ കൈപ്പാങ്ങാണ് ഞാൻ ചെയ്യുന്നത്. അത്ര വലിയ കുക്കിംഗ് ഒന്നുമല്ല. എൻ്റെ മമ്മി ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ മമ്മിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മമ്മി മരിച്ചു പോയി. 3 വർഷം ആകാൻ പോകുന്നു. കൊറോണയിൽ മരിച്ചതാണ്. മമ്മി മരിച്ചു കഴിഞ്ഞാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ പയ്യെ പഠിച്ചു വരുന്നത്. നല്ല കളറില്ലയോ, നല്ല രസമുണ്ടല്ലോ. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ അറിഞ്ഞാൽ മതി. അത് ജോജിയോട് ചോദിക്കാം. അപ്പോൾ തിരിച്ച് നമുക്ക് രസത്തിലേക്ക് വരാം. രസം ഇവിടെ ആയിട്ടുണ്ട്. ഇച്ചിരി മല്ലിയിലയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിനെ പയ്യെ നമുക്ക് അതിലോട്ടിടാം. മല്ലിയില ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ്. അതുകൊണ്ട് കഴിവതും മല്ലിയില ഉപയോഗിക്കാൻ നോക്കുക. ഒരു നല്ല സ്മെല്ലുണ്ട്, ഒരു നല്ല ഫ്ലേവറുണ്ട് മല്ലിയിലയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ എല്ലാത്തിനും തന്നെ മല്ലിയില ഇടും. മേളിൽ കൂടെ ഒരു സ്വല്പം ലാസ്റ്റ് ഫൈനൽ ടച്ച് ഒരു സ്വല്പം കായത്തിൻ്റെ ഒരു നുള്ള്. കഴിഞ്ഞു, നമ്മുടെ രസം ഇവിടെ റെഡിയായി. അപ്പം ശരി, പിന്നെ കാണാം. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.